ഗൈസ് യാ യാ ആ പയ്യന്നൂര് പേരെന്തുവാ? ചാരിക ദിയ ആ ഓനോ യാ യാ കാറ്റ ഭീകരമായ കാറ്റാണേ. താഴേന്ന് അലയിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന റോഡൊക്കെ കാണാം അല്ലേ? എത്ര ഉയരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങ് കാണുന്ന ആ ഷെഡിൽ നിന്ന് ക്യാമറ കാണാൻ പറ്റുമെന്നറിയില്ല. ഓ സൂപ്പർ കേട്ടോ. അതാണ് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ പീക്ക് കണ്ടത്. അതാണ് ഇതിൻ്റെ റാണിപുരത്തിൻ്റെ റൈറ്റ് പീക്ക് എന്ന് പറയുന്നത് അവിടെയാണ്. അവിടുത്തെ അതോടെ ഒന്ന് കാണാൻ പറ്റിയ നമ്മൾ അതും കണ്ടിട്ട് തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി നമ്മളിത് കാണാൻ വേണ്ടി കാല് വേദന തിരിച്ചിറങ്ങും. കാല് വേദന എടുക്കായിരുന്നു. മുട്ടിന് വേദന എടുക്കും കാലിന്. അത് നമുക്ക് ഏറ്റവും വലിയ പേടിയുള്ള സംഭവം. കാറ്റാടിക്കടവ് വെച്ച് നമ്മളത് അനുഭവിച്ചതാണ്. ഈ ലെങ്ത് ഓടിപ്പോയാൽ ഒരു പക്ഷേ ഇത് 2 എപ്പിസോഡായിട്ട് നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കടയൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിനൊക്കെ അത്യാവശ്യം നല്ല വില കാണും. എങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അതിൻ്റെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കർണാടക ടവറാണ് ഇപ്പോൾ ഇതേ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് കോൾ ചെയ്യാനുള്ള റേഞ്ചൊന്നും ഇല്ല. അവർക്ക് വലിയ പ്രയാസപ്പെട്ടാണ് അവരവിടെ ഇരുന്ന്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കട അവിടെ വിട്ടിട്ട് നമ്മൾ മേലോട്ട് കയറും. നല്ല വെള്ളം കുടിച്ചു. നല്ല മരുമുള്ളമായിരുന്നു. വലിയ തിക്കൊന്നുള്ള മരുമുള്ളമല്ല. എങ്കിൽ പോലും ഉപ്പും ഒക്കെ ഉള്ള ഏരിയൊക്കെ ഉള്ള മരുമുള്ളം. ഒരു ഗ്ലാസിന് 20 രൂപ. ഈ മലയാള മണ്ഡലം 20 രൂപയ്ക്ക് ആ വെള്ളം കിട്ടുന്നത് തന്നെ നല്ല കാര്യമാണ്. അപ്പം ആ മോരും വെള്ളമൊക്കെ കുടിച്ച് എനർജി വീണ്ടെടുത്തിട്ട് നമ്മൾ കയറുകയാണ്. സതീഷാണ് മേളിൽ ചെന്ന്. അതെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാണ് പോയിന്റ്. അപ്പം ഇവിടെ ഒരു കടയുണ്ടോ നമ്മൾ സംശയം. നമ്മൾ കൊണ്ടുവന്ന വെള്ളമൊക്കെ തീർന്നായിരുന്നു. അപ്പം ഇവിടെ കടയുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് കട കിട്ടി, വെള്ളം കിട്ടി. നമ്മുടെ കാലിൻ്റെ മുട്ടിന് ചെറിയ വേദന തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ അത് വലിയ പണിയാവും. ഇറങ്ങാനേ പറ്റാതെ വരും. പക്ഷെ എന്താ ഇതൊരു വലിയ വിഷയമാണ്. തൊപ്പി കാറ്റടിച്ചാലും പോകത്തില്ല. മറ്റേ തൊപ്പി കാറ്റടിച്ചാൽ പോകുന്ന ഒരു കണ്ടീഷൻ. സതീഷങ്ങ് കയറിപ്പോയി. കയറ്റം നമ്മൾ സൂക്ഷിച്ച് ചേർന്ന് കയറും. നമുക്ക് തിരിച്ചറിയാൻ കിട്ടും. അപ്പോൾ ഈ റാണിപുരത്തിൻ്റെ കാഴ്ചകളെ വിശാലമായ കാഴ്ചയാണ്. ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് അതിനുള്ള ഒരു മനസ്സ് മാത്രം മതി. കാണാൻ തീരുമാനിക്കുക, വരിക, കാണുക. അങ്ങനെ വരുമ്പോൾ
മേളിലോട്ട് കയറുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ. വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മുന്നേ അങ്ങോട്ട് മുഴുവൻ തിരിച്ചിറക്കമായതുകൊണ്ട് തന്നെ ഇനി ഏകദേശം ഒരു 300 മീറ്റർ മുകളിലേക്ക് കയറിയത് കാഴ്ച മനോഹരമാണ്, അടിപൊളിയാണ്. സബ്മിറ്റ് ചെയ്തോ? സജീഷ് പീക്കിലെത്തി. ഭീകരമായ കാറ്റാണ് കേട്ടോ, ഭീകരമായ കാറ്റ്. കാറ്റത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൂടെന്ന് പറയുന്നൊരു ഫീലിംഗേ ഉണ്ടാവുന്നില്ല. ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ നമുക്ക് നോക്കാം. പീക്ക് നമുക്ക് അതിലേ വരാം. നമുക്കത് ഒക്കെ ഇല്ലാത്ത സൂര്യൻ നമ്മുടെ പുറകിലായതുകൊണ്ട് നിഴലുണ്ട്. അതിലെ വന്നാൽ മതിയായിരുന്നു, ഈ പീക്ക് കയറാൻ പറ്റത്തില്ലെന്നുള്ളത്. അവിടെ തീരുകയാണ് പീക്ക്. ഇട്ടപ്പോൾ അതൊരു വിചിത്രമായ കാഴ്ച. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നു, ക്ഷീണമൊക്കെ ചെറുതായിട്ടൊന്ന് അകത്തി. ഇനി ഞങ്ങൾ ഈ മല കയറാം. ഈ മലയാണ് ഈ റാണിപുരത്തിൻ്റെ എൻഡ്.
അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. എന്തായാലും നോട്ടത്തിൽ ഇതാണ് എൻ്റെ എന്ന് തോന്നുന്നുണ്ട്. പാറയുണ്ട്, പാറയുടെ സൈഡിലാണ് വെച്ചിട്ടുണ്ട്. അവിടെ എന്താന്ന് പറഞ്ഞ് കയറി വന്നാൽ അപ്പോൾ ഇവിടെ ഇത് കണ്ടു. ഇനി ഇവിടെ ചെല്ലുമ്പം വേറെ എന്തുണ്ടോ ഇനി കറങ്ങിയില്ല, അവിടെ ചെല്ലുമെന്ന് അറിയില്ല. പാറയുടെ മണ്ട കയറല്ല, വാണിംഗ് ഉണ്ട്. പാറയുടെ മണ്ട കയറിയ വെറുതെ അവർ കണ്ട ഫൈൻ അടിക്കും. ഒന്ന് വീണാൽ പിന്നെ നമ്മൾ താഴെന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ താഴോട്ടല്ലേ നമ്മളങ്ങ് പോകും. അത്രയും കാറ്റാണ്, ശക്തമായ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, ഇവിടെ വിയർപ്പുണ്ടാകത്തില്ല. കാരണം എപ്പോഴും കാലാവസ്ഥ നല്ല തണുപ്പല്ലേ, ഇടുക്കിയുടെ അതേ കാലാവസ്ഥ. അതിനാണ് ഇതിനെ നമ്മൾ കാസർഗോഡിൻ്റെ ഊട്ടി എന്നോ അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ മൂന്നാർ എന്നൊക്കെ വിശേഷം. യെസ്. അപ്പം വെറും ഫൈനിൽ തീരത്തില്ല. ഏതാ പാറ കയറുമ്പോൾ സൂക്ഷിക്കുന്നേ. ഇല്ലില്ല, ഇങ്ങോട്ട് മാറിയാ ഈ ഏതാണ്ട് ഇതുണ്ടോ, പാറ ഇടിഞ്ഞു വീണ് ഇവിടെ ഇതൊക്കെ അടന്നു പോയിക്കുന്നു തോന്നുന്നു കേട്ടോ. വെളിന്നേ പാറ ഉരുണ്ട് വീണാവും, അല്ല ഇത് ഇടിയത്തില്ല. ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ. ആൾക്കാർ അതെ, ആൾക്കാരെല്ലാം എന്താ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീമുണ്ടോ? കുറവാണ്. വെറും 2 പേരാണ് ഫൈനൽ സബ്മിറ്റിലുള്ളത്. ഞങ്ങൾ എന്തായാലും ഇത് സബ്മിറ്റ് ചെയ്യും. കഴിഞ്ഞോ? കണ്ടോ? ഇവിടെ വരെ വന്നിട്ട് 5 മിനിറ്റ് ഇരുന്ന് കണ്ടിട്ട് പോകും. അയ്യോ, ഓ, അതായത് ഡീപ്പ് എന്ന് പറഞ്ഞാലേ അല്ലേ, ഫുൾ ഡീപ്പാണ്. വീണാൽ നമുക്ക് സ്ലോപ്പൊന്നുമല്ല, നേരെ താഴേക്ക് പോകുള്ളൂ. അങ്ങനെ ഇവിടെ നിയന്ത്രണമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ പാറ കയറുന്ന ആൾക്കാർ കാണുമ്പോൾ അറിയാം. എന്തായാലും പാറ കയറാതിരിക്കാൻ ശ്രദ്ധിക്കും. കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് അപകടമാണ്. അങ്ങനെ റാണിപുരത്തിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ കീഴടക്കി. ഫൈനൽ പീക്ക് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. ആ നോ
റോഡ് പോകുന്നു, വളഞ്ഞ റോഡ് പോകുന്നു. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിലേ വ്യൂ പോയിന്റ് പണി കിട്ടും. ഇതാണ് ഇതിൻ്റെ നെറ്റ്. അതിനാ വേലി കെട്ടി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റാണിപുരത്തിൻ്റെ പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇത് റാണിപുരത്തിൻ്റെ പീക്ക് പോയിന്റാണ്. ഇവിടെ വരെ നമുക്കിപ്പോൾ റാണിപുരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുമ്പോൾ മേളിൽ നിന്ന് കുറച്ചുകൂടെ വിശാലമായ കാഴ്ചയുണ്ട്. ഇത് അതിൻ്റെ എന്താണ് എന്ന രീതി കാണിക്കുന്നത്. അപ്പോൾ ഞാനും സജീഷൻ മാത്രമാണ് ഈ പീക്കിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും സജീഷൻ കൂടെ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ എൻഡ് എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചിറങ്ങുന്ന ചില കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കത്തുള്ളൂ. എന്തായാലും ഫുള്ള് വീഴ്ച കാണിച്ചു കാണും. അവിടെ ഒരു കാഴ്ച നമുക്ക് ഉണ്ട്, അപ്പോൾ അതും കൂടെ കാണിക്കും. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കർണാടക വനത്തിൻ്റെ ഭാഗങ്ങൾ, കേരളത്തിൻ്റെ ഗ്രാമമാണോ കർണാടകയാണോ നമുക്കറിയില്ല. എന്തായാലും വിശാലമായ കാഴ്ചയാണ്. അകലെ ചക്രവാളമൊക്കെ പൊഴിഞ്ഞെടുക്കുന്നുണ്ട്, മലനിരകളൊക്കെ പൊഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ താഴെ എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ്. അത് കൃഷിഭൂമി അല്ലേ, റബ്ബർ തോട്ടവും. നമ്മൾ വന്ന വഴിയൊക്കെ എന്താ ഉണ്ടോ, റോഡ് അതിന് നടുക്കൂടെ മലയോര ഹൈവേ ഇങ്ങനെ വെള്ള വരയൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ആ കാഴ്ചയും നല്ല രസമുണ്ട്. അങ്ങനെ എന്തായാലും ഈ പീക്കിൻ്റെ കാഴ്ച നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വേണമെന്നില്ല, തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതാണ്. മനോഹരമായ കാഴ്ച. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ബാക്കി എന്തൊക്കെ ചെയ്യാതല്ലോ. ഓക്കെ, സജീഷ് ഒരു ബൈ കൊടുത്തല്ലോ. നിങ്ങൾ 12 പേര് കൂടി എത്തിയിരുന്നു, 2 പേരാണ് ഫൈനലിൽ. എന്തായാലും വളരെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ എത്തിച്ചേരാനും ഇതിൻ്റെ ഫുൾ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നു. ഞങ്ങൾക്ക് കാണാം അല്ലേ? അതെ അതെ, അതാണ് ഏറ്റവും അപ്പോൾ കുറച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടേ പോകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾ കയറി തിരിച്ചിറങ്ങും. പുലി വല്ലതും വന്ന് പുറകെ തോണ്ടി വിളിക്കുമ്പോഴേ അറിയത്തില്ല. പുതിയ വഴിയൊക്കെ ഉണ്ടാക്കി ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ചെടി നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോ വരണ്ടാവും. ആ അതെ അതെ, ഇത് വലിയ പ്രയാസമല്ലേ അവിടെ വരാൻ അല്ലേ? ഏറ്റവും നല്ല ഫിനിഷിംഗ് പോയിന്റ്. ഒരു കാര്യമില്ല. അതൊക്കെ പോയി, കൈതൂരിയൊക്കെ പോയി.
കർണാടക നമുക്ക് എളുപ്പം ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. 100 കിലോമീറ്റർ ഉണ്ടാവും മംഗലാപുരം ഭാഗത്ത്. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ നമ്മൾ മനസ്സിലായി എല്ലാം മനസ്സിലായി. അപ്പോൾ ഞാൻ പറയാൻ വന്നതേ, ഞങ്ങൾ ഇതാണ്ട് ഈ മല ഇറങ്ങിയാ വന്നത്. അവിടുന്ന് മല കയറി ആ വെള്ളം കുടിക്കുന്നിടത്ത് നിന്ന് കയറി ഇതിലെ വന്ന് ഈ മല ഇറങ്ങി. ഈ മല കയറിയാൽ പ്രത്യേകിച്ച് നമുക്ക് ഈ കാഴ്ച തന്നെ വിശാലമായിട്ടൊന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിലെ ആ കടയുടെ അതിലേ കിടക്കുന്ന വഴിയെ നേരെ വന്ന ക്ഷീണമൊന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ വന്ന് ഇവിടെ ഈ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകാം. അതാണ് ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ട്. ഈ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇവന് എന്താണ് മോട്ടിവേഷൻ പറയാൻ കഴിയുന്ന അറിയില്ല. അങ്ങനെ വരട്ടെ. 1 മണി 2 മണിയൊക്കെ ആവും. അത് പാടില്ല കേട്ടോ. ഇതിലേ ഇറങ്ങിയ ഇത് കുഴപ്പമില്ല. അവിടെ കരിവള്ളൂർ, കണ്ണൂർ. ഞങ്ങൾ പത്തനംതിട്ട. പേരെന്തുവാ? അല്ല, ഞങ്ങൾ ഒരു 10-12 പേരുണ്ട്. പക്ഷെ 2 പേരെ ഇവിടോട്ട് വന്നുള്ളൂ. അവിടെ കണ്ണൂരിലങ്ങ് ഇറങ്ങി. പേരെന്തുവാ? കണ്ണൂർ എവിടെ ആയിട്ടാ? ആ, പയ്യന്നൂര്. പേരെന്തുവാ? ദിയ. ഓക്കെ. കണ്ണൂർ ഞങ്ങള് ഇനിയും നമുക്ക് അവിടെ പോകാൻ മറ്റേ എന്തില്ലയോ എന്തുവാ ഇതുപോലുള്ള ഹിൽ സ്റ്റേഷൻ 2 അവിടെ പാലക്കയം തൊട്ടും പോയി. അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ അടിപൊളി അല്ലേ. കണ്ണൂർ കോട്ട കണ്ടു. പിന്നെ പറശ്ശിനിക്കടവ്, സ്നേക്ക് പാർക്ക്. ഇനിയിപ്പോൾ അടുത്ത് കണ്ണൂർ ട്രിപ്പുണ്ട്. കണ്ണൂർ. ആ, ഓക്കെ. 2 ഓ ശരി. ഓക്കെ. അപ്പം കാണാം. ലവ് ടു ട്രാവൽസ് അത് സബ്സ്ക്രൈബ്. ഓക്കെ, ഒരു കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അടിപൊളി നെല്ലിക്കല്ലായിരുന്നു. ചില നെല്ലിക്ക ചീഞ്ഞ് കിടക്കും അല്ലേ? ചിലയിടത്തൊന്നും ഇതുപോലെ മേടിച്ചാ അറിയാം. എവിടെ? അതെ. അത് ഈ ഹനുമാൻ മറ്റേ മൃതസഞ്ജീവിനി കൊണ്ട് ആ സംഭവം, ആ മല. അപ്പൊ അതിനകത്ത് ചെന്നുമ്പം ശ്രീനാരായണ ഗുരു തപസ് ചെയ്ത് ഗുഹയ്ക്കകത്തോടെ ഇറങ്ങുന്നത്. അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഒരാൾക്ക് ഇറങ്ങി പോയിട്ട് മറ്റേ പാറ നമ്മളവിടെ കയറി ചെല്ലുന്നേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരും. ആര് തരും? അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്ലാസിനകത്ത് 1 ഗ്ലാസ് വെള്ളം. അത് കുടിക്കുമ്പോൾ ഫീൽ ഉണ്ടല്ലോ. താഴേന്ന് കയറി ചെന്നിട്ട് പോയതായിരുന്നു. 24 മാസമാ. 2 വർഷം. ഇപ്പൊ ഇത് 3 മാസം ആയതേ ഉള്ളൂ. എത്ര നേരമായില്ലേ? അപ്പൊ നമ്മള് കയറി വരുമ്പോ ഉള്ളൊരു വിശ്രമ കേന്ദ്രമാണ്. ഇവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് ഇച്ചിരി ഇവിടുന്ന് ഒരു 10-200 മീറ്ററൂടെ
കയറി ചെല്ലുമ്പോൾ അവിടെ കടയും വെള്ളം നമ്മൾ കണ്ടല്ലോ. സംഭവം സൂപ്പറാണ്, അടിപൊളിയാണ്. ഇനി നമ്മൾ ചെറിയ ഇറങ്ങാണ്. ഇനി ഫുള്ള് വീഡിയോ എടുക്കുന്നില്ല. ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ നോക്കി തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ച അത് വേറൊരു വൈബാണ്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഗോപ്രോയുടെ വേറൊരു യൂട്യൂബ് വീഡിയോ എടുക്കാം. ഇത് ഫസ്റ്റ് കടമ്പ കടന്നു. ഇനിയാണ് വീണ്ടും കടമ്പകൾ ഒരുപാടുണ്ട് കിടക്കാൻ. കാസർഗോഡ് റാണിപുരം. ഫ്രണ്ട്സ്, ഈ റാണിപുരം കാഴ്ച ഉണ്ടല്ലോ, നടപ്പൊക്കെ ഇച്ചിരി ഉണ്ട്. ചൂട് ആയി കഴിഞ്ഞ ഇച്ചിരി പാടാണ് എങ്കിൽ പോലും അടിപൊളി കാഴ്ചയാണ്. മനോഹരമായ വ്യൂ പോയിന്റ് കണ്ടിട്ടാണ് നമ്മളെല്ലാം നടക്കുന്നത്. പിന്നെ വനത്തിൽ കൂടെ നടപ്പുണ്ട്. എല്ലാം സൂപ്പറാണ്. ഇനി നമുക്ക് പോകാനോ ഇറങ്ങാനുള്ളതിലും ഇച്ചിരി കഠിനമേറിയ ഒരു ഭാഗം ഇവിടെ അങ്ങോട്ട് തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കയറ്റം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇനി ഇത്ര വലിയ പ്രയാസമില്ല. ചെറിയ ചെറിയ ഇതൊക്കെ